ചേച്ചി എന്നെ ക്രോസ് ചെയ്യുന്നതിന് പകരം ചേട്ടനെ ഉപദേശിക്കാൻ നോക്ക്. മന്ത്രി കസേര കാലാകാലം കാണില്ല. അതിനിടയ്ക്ക് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അതിനാണോടാ സ്റ്റേറ്റുകാരും എടുത്ത് കണ്ട പെമ്പിളാരും കയറ്റി സർക്കിട്ട് പോയത്? അതെ, ഏതെങ്കിലും ഒരു ബോർഡിലോ കോർപ്പറേഷനിലോ ഒരു സ്ഥാനം തന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു കാറുണ്ടായ എന്നെ. അങ്ങേർക്ക് അതിന് തോന്നിയില്ലല്ലോ. ഒന്നും പതുക്കെ പറ, ചേട്ടൻ അപ്പുറത്തുണ്ട്. സാർ, ഇപ്പൊ എനിക്ക് പറയൂ. എയർപോർട്ട് അതോറിറ്റി സൊസൈറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയ്ക്ക് തന്നെ വലിയൊരു ഉത്തരവാദിത്വമാണുള്ളത്. പുറമെ ഈ പട്ടയദാനത്തിന്റെ ചുമതല കൂടി ആവുമ്പോ വേറെ വിശ്വസിച്ചേൽപ്പിക്കാൻ മറ്റൊരാളിനെ ഞാൻ കാണുന്നില്ല. മിസ്റ്റർ മാധവൻ തന്നെ ഇത് ചെയ്യണം. ഈ ഫയൽ പഠിക്കണം, കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സാർ, ചേട്ടൻ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ക്ഷീണമുണ്ട്. ദുബായ് മാത്രമല്ലല്ലോ, UAE മുഴുവൻ ഞങ്ങൾ ചുറ്റിക്കറങ്ങില്ലേ. അവിടുത്തെ പൊടി കാറ്റും ചൂടും. അവിടുത്തെ ആഹാരമൊക്കെ എങ്ങനെ? പച്ചക്കറികളൊക്കെ ധാരാളം കിട്ടും. ആട്ടിൻപാലോ? ആട്ടിൻപാൽ കിട്ടിയില്ല, ടിൻപാലാണ് കഴിച്ചത്. കഷ്ടം. സ്വന്തം വിളയുന്ന നാടാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആട്ടിൻപാല് കിട്ടാതെ. അയ്യോ, ചേട്ടന്റെ സ്കിന്നിന്റെ നിറം പോലും മങ്ങിപ്പോയി. അവിടുത്തെ ചൂടല്ലേ അമ്മണി. നിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേട്ടൻ എതിർത്തൊന്നും പറയരുത്. നന്ദുവിനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അവനെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തിക്കണം. തോട്ടണ്ടി വികസന കോർപ്പറേഷൻ നമ്മുടെ പാർട്ടിക്കല്ലേ കിട്ടിയത്. അതിന്റെ ചെയർമാൻ സ്ഥാനം നന്ദുവിന് കൊടുക്കണം. എന്താ? കണ്ട ക്ലബിലും ബാറിലും കുടിച്ച് കൂത്താടി അടക്കുന്നവനെ പിടിച്ചാൻ ചെയർമാൻ ആക്കാനോ? ഇന്ന് തന്നെ അവൻ ചെയ്ത തെമ്മാടിത്തരം എന്താ നിനക്കറിയില്ലേ? അതൊക്കെ മാറുന്നേ. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുത്തിയ അവന്റെ സ്വഭാവത്തിന് മാറ്റം വരും. മാറ്റം സ്ഥാനത്തിരുത്താൻ യോഗ്യത കൂടി വേണം. മേലിൽ ഇത്തരം കാര്യങ്ങൾ അമ്മണി എന്റെ അടുത്ത് പറയരുത്. തീർച്ചയാണോ? തീർച്ചയാണ്. എങ്ങോട്ട് പോവാ? എന്റെ വാക്കിന് ഇത്ര വിലയുള്ളെങ്കിൽ വേണ്ട. അമ്മണി, അമ്മണി നിക്കൂ. അമ്മണി, അമ്മണി, എന്റെ ഈശ്വര. ഒന്നും പറയണ്ട. എന്നെ കണ്ടപ്പോ നാടാൻ കളിക്കുന്നോടി. അല്ല, നീ എന്തിനിവിടെ വന്നു? അമ്മയ്ക്ക് വെള്ളം എടുക്കാൻ. അമ്മയും മോളും കൂടി ഈ കുടുംബം നശിപ്പിക്കും. എന്താടി നോക്കുന്നത്? പ്രായം ചെന്ന പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം. ചെറുപ്പക്കാരെ കണ്ണുകാട്ടി വഴി തെറ്റിക്കരുത്. പാസത്തെ ഏട്ടൻ മന്ത്രിയായതിനു ശേഷമാ എനിക്കും അമ്മയ്ക്ക് ഈ ഗതി വന്നത്. സ്റ്റേറ്റ് കാറും പോലീസ് കാവലുള്ള ബംഗ്ലാവും ഉണ്ടായിട്ട് എന്താ? അവിടെ ഞങ്ങൾ എങ്ങനെയാ കഴിയുന്നതെന്ന് നിന്റെ ഏട്ടൻ ഇതൊന്നും അറിയില്ല. അറിഞ്ഞാൽ ഏട്ടൻ കൂടുതൽ വേദനിക്കേയുള്ളൂ. എന്നെ അമ്മയും അത്രയ്ക്ക് സ്നേഹ. അല്ലെങ്കിൽ അവർ ഭാര്യയും ഭർത്താവും തെറ്റിപ്പിരിയും. അത് പേടിച്ച് സഹിക്കുക. എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അമ്മയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ഒരു ഇന്റർവ്യൂവിന് പോകാൻ പോലും ഏട്ടൻ സമ്മതിക്കില്ല. മന്ത്രി അനിയത്തിക്ക് ജോലി വാങ്ങിക്കൊടുത്തെന്ന് ആക്ഷേപം വരൂത്രേ. സിന്ധു, ഒരു ജോലിക്കും അയക്കാതെ നിന്നെ പുലർത്താനുള്ള വക എനിക്കുണ്ട്. നിന്റെ അമ്മ എന്റെയും അമ്മയാണ്. അവരും നമ്മോടൊപ്പം താമസിക്കും. പക്ഷേ നിന്റെ ഏട്ടന്റെ സമ്മതത്തോടെ ആവണം അത് നടത്താൻ. അതിനല്പം സാവകാശം വേണം. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. അൽ-അമീൻ കൺസ്ട്രക്ഷൻസ് കമ്പനി. യെസ്. വിമാനത്താവളത്തിന്റെ വർക്കിന് പരസ്യമായി ടെൻഡർ വിളിച്ചതാണ്. അതിന് നിങ്ങൾ എന്നെ കാണേണ്ട കാര്യമില്ല. കമ്പനിയുടെ ഒരു ഓഫർ മിനിസ്റ്ററെ അറിയിക്കാനാണ് ഞങ്ങൾ. ഓഫർ? ഗൾഫിലാണ് ഞങ്ങൾ ഏറെയും വർക്ക് എടുക്കുന്നത്. അവിടെ ഇത്തരം ഒരു കോൺട്രാക്ട് ഉറപ്പിച്ചു തരുന്നവർക്ക് 10% വരെ ഞങ്ങൾ കമ്മീഷൻ കൊടുക്കാറുണ്ട്. ഓഹോ, കമ്പനിയുടെ ഒരു പോളിസി എന്ന നിലയ്ക്ക് അത്ര തന്നെ ഇവിടെയും 10%. ഗുഡ്. പിടികൊടുക്കാതിരിക്കാൻ ഗൾഫ് കമ്പനി പോളിസി എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വലിയൊരു തുക എനിക്ക് ഓഫർ ചെയ്യുന്നത് കൈക്കൂലിയായിട്ടല്ലേ? സാർ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എഴുതക്കടോ. സാർ ഇറങ്ങി പോവാൻ. അലക്സ്, come here. Al-Amin Constructions.
സാർ, ആ ഇപ്പൊ ഇറങ്ങിപ്പോയ പാർട്ടികൾ ഏതാ? എനിക്ക് പേഴ്സണലായിട്ട് ആരെയും അറിയില്ല. നിങ്ങൾക്ക് പരിചയമില്ല, പിന്നെ എന്തിനാ അവരെ ഇങ്ങോട്ട് കടത്തിവിട്ടത്? അടിയന്തരമായി സാറിനെ കാണണമെന്ന് പറഞ്ഞപ്പോ. യെസ്, എന്നിട്ട് എവിടെ? പേടിക്കാനൊന്നുമില്ല, സമയത്തൂടെ എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. സ്ലീപ്പിംഗ് പിൽസ് ആയിരുന്നു, ബോഡി അല്പം വീക്കാണ്. കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. അമ്മണി, ഞാൻ എവിടെയാണ്? അമ്മണി, അനിയ, നിന്നെ സഹായിക്കണമെന്നുണ്ടായിരുന്നു, എനിക്ക് കഴിഞ്ഞില്ല. ഈ ചേച്ചിയുടെ വാക്കിന് വിലയില്ലാതായി പോയിട മോനെ. ഇനി ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. അരുതമ്മണി, നീ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാം. ചേട്ടാ, എന്റെ അനിയനെ തോട്ടണ്ടി. ശരി. അമ്മ ഇപ്പോഴാണോ വരുന്നത്? അതേടാ, മരുമോൾ ആശുപത്രി കിടക്കുമ്പോ ഞാൻ അവിടെ ഇരുന്ന മറ്റുള്ളവരെന്ത് പറയുന്ന കരുതിയാ. എത്ര വട്ടായി അവളിങ്ങനെ. അമ്മേ, നീയൊരു വിഡ്ഢിയാവരുത് മോനെ. അമ്മ ചെല്ലു. നിങ്ങളെ കുറിച്ച് എനിക്ക് മതിപ്പായിരുന്നു. ഒരാദർശത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു ധീരനാണ് നിങ്ങൾ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പോൾ അഭിപ്രായം മാറിയോ? മാറി. സ്വന്തം അമ്മയും പെങ്ങളെയും ശ്രദ്ധിക്കാതെ ഭാര്യയുടെ ചൊൽപ്പടിയിൽ കഴിയുന്ന വെറും ഒരു പെൺകൊന്തനായി മാറിയിരിക്കുന്നു നിങ്ങളിപ്പോ. പറയൂ, ഇത് കേൾക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എസ്കോർട്ടും പരിവാരങ്ങളുമില്ലാതെ തനിച്ച്. നീ അടുത്തുള്ളപ്പോ ഞാൻ എന്റെ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കും. ചെറുപ്പത്തിൽ വല്ലപ്പോഴും വയറു നിറച്ചുകൊണ്ടിരുന്നത് നിന്റെ വീട്ടിൽ നിന്നായിരുന്നു. പിന്നീടുണ്ടായ വളർച്ചയിൽ പലതും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുടുംബത്തിലെ സമാധാനം പോലും. ഇന്ന് എന്റെ മുന്നിലേക്ക് 1 കോടി രൂപയാണ് ഒരാൾ നീട്ടിയത്. എന്റെ മനസ്സിന്റെ ഒരു ഭാഗം അത് വാങ്ങാൻ മോഹിക്കുമ്പോ ഞാൻ വിശ്വസിക്കുന്ന ആദർശം അത് വിലക്കുന്നു. ഇത്തരം പ്രലോഭനങ്ങളുടെ ടെൻഷൻ ഒഴിവാക്കാൻ ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. മന്ത്രിസ്ഥാനം രാജിവെക്കുക. വെറുതെ വിഡ്ഢിത്തരം പറയാതിരിക്കും. ദേവൻ അറിയില്ല, കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അവരിൽ ആരാണ് ശത്രു, ആരാണ് മിത്രം എന്ന് എനിക്കറിയില്ല. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. ആദർശം വിട്ടൊരു കളിക്കും ആഭ്യന്തരമന്ത്രി വേണുഗോപാൽ തയ്യാറാവില്ല. പഠിച്ച പണി 18 ഞാൻ പയറ്റു നോക്കി. നമ്മുടെ വഴിക്കാൾ വരില്ല. ഡൽഹിക്ക് താഴെയും ഡൽഹിക്ക് മുകളിലും ഇത്തരം ക്ലീൻ ഇമേജുള്ള ഒത്തിരി കൊലകൊമ്പന്മാരെ ഈ കൈകളിലിട്ട് ഞാൻ അമ്മാനമാടിയിട്ടുണ്ട്. പിന്നെയല്ലേ ഒരു തുക്കട ആഭ്യന്തരമന്ത്രി. ഇനിയുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. കടുവരുന്നുണ്ട്. എന്താടാ, മാമൂല് കൊടുത്താണല്ലോ. കൊടുത്തതാണ്, എന്തെങ്കിലും അത്യാവശ്യമാണ്. ഇതൊക്കെ ഒന്ന് മാറ്റണ്ട. മാറ്റി ഞാൻ മാറ്റി. ഉപചാരം ஒண்ணு வேண்டாம். அந்த மணிகண்ட மணிகண்ட வயிற்று வலி சொல்லி இப்பதான் வயிற்று வலியாவது மண்ணாங்கட்டியாவது எங்க அவன்? சார், என்ன நடந்தது முதல்ல சொல்லுங்க சார். அந்த மணிகண்ட ஏதாவது தப்பு? அந்த பொறுக்கி பய ഞാനും പുറത്ത് അകത്ത്. எங்க போனாமே? வயசு காலத்துல ஓட வைக்கிறானே. தங்கச்சி, ஒரு சோம்பேறி பையன் இந்த பக்கமா ஓடி வந்தானா? பாக்கலையா? தமிழ்நாடு போலீஸ் ஏமாத்துற. இந்த யூனிஃபார்மோட கௌரவத்தை பத்தி அவன் என்ன நினைச்சிருக்கிறான்? சார், கையெடுத்தாச்சு சார். இந்த வாட்டி அவனை மன்னிச்சிடுங்க சார். மன்னிப்பா? கிடையவே கிடையாது. என்னைக்காவது ஒரு நாள் அவன் கையிலே மாட்டித்தான் தீரும். അതപ്പടി സാർ, ഇത് തമിഴ്നാട് ഏരിയാണാലും இந்த இடம் கேரளா தானே. உங்களால எப்படி அரெஸ்ட் பண்ண முடியும்? சட்டம் மட்டும் நீ என்கிட்ட பேச.
அதுக்குத்தான் கேரளா போலீஸ்னால வெளியில நிப்பாட்டி சாரு கேரளா போலீஸ்ல வெளியே நிப்பாட்டி இருக்க அவன் அங்க இருக்கட்டும், நீங்க இங்க உட்காருங்க 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 சார். அண்ணன் இது வேண்டாம். சாரே சாரே சாப்பிடுங்க சாரே, குடிச்சோளி சாரே. ഇത് രണ്ട് ഫോനാണ്. പതിവ് പരിപാടിയാണല്ലോടാ ഇത്. കളിച്ച് കളിച്ച് മുറത്തിക്കാരി കൊത്തു കാണും നിന്റെ. എന്റെ കോന്തുണ്ണി മുത്തച്ഛ, എന്റെ അമ്മമ്മേ, അമ്മേ, അയ്യോ രസിടിയായിരുന്നു. അയ്യോ അയ്യോ ചൂട് ചൂട്. കണ്ടവരുടെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ടുവന്ന് കിടന്ന് മോങ്ങുന്നു. പടനായകന്മാരുടെ തറവാടായിരുന്നടാ നമ്മുടേത്. അപ്പൻ അപ്പൂപ്പന്മാര് തൊട്ട് കളരി ഗുരുക്കന്മാരായിരുന്നു. അത് നീ മറക്കരുത്. ദേ മുത്തച്ഛൻ കോന്തുണ്ണി ചേകവർ വരെ ചേരനാട്ട് രാജാവിന്റെ വെട്ടേറ്റാടാൻ മരിച്ചത്. അവരെ പാരേറ്റ് കൊന്നാണല്ലോ കൊണ്ടൊന്നും ഇക്കാലത്ത് പറയാനല്ല അമ്മൂമ്മേ. ഇടി ചടപ്പ് തെറിപ്പിച്ച്. എന്തിനാടാ ഇങ്ങനെ അടപ്പ് തെറിപ്പിക്കണേ? ഈ വയസ്സുകാലത്ത് അമ്മുമ്മയെ വിഷമിപ്പിക്കണോ? എത്രാമത്തെ അടിയാടാ ഇത്? വേണോന്ന് വെച്ചിട്ടാണ് അമ്മേ. ചാരയം കാണുമ്പോ കുടിക്കണമെന്നും ചാരയം കുടിച്ചാൽ ലഹരി വരും. ലഹരി വന്നാൽ എനിക്ക് ആരെങ്കിലും തല്ലണം, ഇല്ല ആരെങ്കിലും തല്ലുകൊള്ളണം. അയ്യോ പോലീസാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ചൂടാക്കാതെ പോയി നോക്കാം മുമ്മേ. എന്നെ ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞേരെ. അവനോടില്ല. ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. മോനെ മണി, മണിയണ്ടാ, നീ എവിടെയാ? അമ്മൂമ്മ ഇതിനകത്താ. പേടിക്കാടാ, അവരിന്നലെ നിന്നെ കൊണ്ടാക്കിയവരാ. അമ്മൂമ്മ ലുങ്കി ഷർട്ടും ചെറുത്താ. അമ്മൂമ്മ പോ. എന്ത് മണി വാ പറയട്ടെ. ഇടിയുണ്ട്. എവിടെ? എന്ത് അവിടെ കൊണ്ട് വിട്.